കുറിച്ച് എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ഐഡിയ എന്താണ്? ഓർഡിനറി സിനിമയെ കണ്ട ഗവിയാണോ? ആണോ? ഓർഡിനറി സിനിമയെ കണ്ടത് ഗവിയാണോ നിങ്ങളുടെ മനസ്സിലെല്ലാം? എന്നാൽ ഗവി എന്ന് പറയുന്നത് ഒരു ജനവാസ കേന്ദ്രമല്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് ഗവി ഒരു ജനവാസ കേന്ദ്രമല്ല, പൂർണ്ണമായിട്ടും ഒരു വനപ്രദേശമാണ് ഗവി എന്ന് പറയുന്നത്. കേൾക്കാമല്ലോ അല്ലേ? ഇന്ന് യാത്ര തമിഴ്നാട് സൗണ്ട് വളരെ കുറവാണല്ലോ. പൂർണ്ണമായിട്ടൊരു വനമേഖലയാണ് ഗവി. മനുഷ്യന്റെ അധിവേശം വളരെ കുറഞ്ഞ ഒരു വനമേഖല. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക എക്കോ ടൂറിസം കേന്ദ്രങ്ങളിൽ നമുക്ക് കടന്നു ചെല്ലാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായിരുന്നപ്പോഴും ഗവി എപ്പോഴും നമുക്കൊരു സ്വപ്നമായിരുന്നു. കാരണം ഏറ്റവും പരിസ്ഥിതി ലോലമായ ഒരു പ്രദേശമാണ് ഗവി എന്ന് പറയുന്നത്. ഗവി അല്ലെങ്കിൽ ഗവിയിലേക്കുള്ള യാത്ര ചെയ്യുന്ന ഈ വനമേഖല. ഒപ്പം തന്നെ ഒട്ടുമിക്ക ജീവജാലങ്ങളുടെയും സിംഹം കാണ്ടാമൃഗം അങ്ങനെയുള്ള കുറച്ച് മൃഗങ്ങൾ ഒഴികെയുള്ള ഒട്ടുമിക്ക മൃഗങ്ങളുടെയും ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥയുള്ള ഒരു വനമേഖല കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്ന ഈ പ്രദേശങ്ങൾ. കടുവയും കരടിയും പുലിയും ഒക്കെ ധാരാളമുള്ള ഒരു വനമേഖലയാണിത്. ഒപ്പം തന്നെ കാട്ടുപോത്തും ആനയും മാനും ഒക്കെ സർവ്വസാധാരണമായിട്ട് നമ്മൾ കാണുന്നതാണ്. അപ്പം അത്രയേറെ ജീവജാലങ്ങളുടെ വൈവിധ്യങ്ങളുമൊക്കെ ഉള്ള, ഒപ്പം തന്നെ അനവധി അപൂർവമായ വൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും ഒക്കെ ഉള്ള ഒരു വനമേഖലയാണ്. ഈ ബൈബിളിൽ പറയുന്ന നോഹയുടെ പെട്ടകം ഉണ്ടാക്കി എന്ന് പറയുന്ന മരമുണ്ട്. ആ മരം നിൽക്കുന്ന ഏഷ്യയിൽ 2 വനമേഖലയാണ്. 2 വനമേ ഉള്ളതെന്ന് പറയുന്നത് ഏഷ്യയിൽ. അതിലൊന്ന് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന വനമേഖലയാണ്. അപ്പം അത്രയേറെ വ്യത്യസ്തമായ വൃക്ഷങ്ങളൊക്കെ ഉള്ള ഒരു വനമേഖല കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഒപ്പം തന്നെ കേരളത്തിലെ ആദ്യകാല ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി. ആ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഈ വനമേഖലയിലാണുള്ളത്. റേഞ്ചാണ് ഗാന്ധി ഡിവിഷൻ കൂടിക്കൽ റേഞ്ചിലുള്ള വനമേഖലയാണ്. ഒപ്പം തന്നെ നമ്മൾ ഈ യാത്രകൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ആ ഒരു വനമേഖലയിൽ എങ്ങനെ അത്രയും ഡാമുകൾ ഉണ്ടാക്കാനും ഇത്രയും പെറ്റ് സ്റ്റോക്കുകൾ ഉണ്ടാക്കാനും അന്നത്തെ കാലത്ത്, അതായത് 1967 കമ്മീഷൻ ചെയ്തതാണ്. അത്രയേറെ പ്രത്യേകതയോട്, അതായത് മുല്ലപ്പെരിയാറിന് ശേഷമുണ്ടായ 2ാമത്തെ ഡാമാണ് ആനത്തോട് ഡാം. അതുപോലും നമ്മൾ യാത്ര ചെയ്യുന്ന ഈ വഴിയിലാണുള്ളത്. നമ്മൾ മൂഴിയാറ്, ചക്കി, ആനത്തോട്, പമ്പ, ഗവി എന്നിങ്ങനെ 5 ഡാമുകൾ നമുക്ക് യാത്രയിൽ കാണാൻ സാധിക്കും. അതിൽ കേരളത്തിലെ 2ാമത്തെ ഡാമാണ്, ഏറ്റവും വലിയ ഡാമാണ് ചക്കി ഡാം. ഒപ്പം തന്നെ ഇത്രയേറെ ഏകദേശം 90 കിലോമീറ്ററോളം വനമേഖലയാണ്. വനത്തിൽ കൂടെയുള്ള യാത്രയാണ്. ഈ 90 കിലോമീറ്റർ യാത്രയിൽ നമുക്ക് ഒരു ചെക്ക് പോസ്റ്റ് മുതൽ അടുത്ത ചെക്ക് പോസ്റ്റ് വരെയുള്ള സ്ഥലങ്ങൾ പൂർണ്ണമായിട്ടും നമുക്ക് കണ്ട് ആസ്വദിക്കാനുള്ള മാർഗങ്ങളാണ്. എല്ലായിടത്തും നമ്മൾ പറയും നമ്മുടെ ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല എന്ന് പറയുമ്പോൾ പോലും ഞങ്ങൾ പറയുന്നത് ഇവിടെ നമ്മുടെ മാർഗമാണ് പ്രധാനം, ലക്ഷ്യമല്ല. ഗവി എന്ന ലക്ഷ്യത്തെ മാത്രം മുൻനിർത്തിയല്ല നമ്മൾ യാത്ര ചെയ്യുന്നത്, മറിച്ച് ഗവിയിലേക്കുള്ള ഗവിയിലുള്ള യാത്രയിലാണ് നമുക്ക് ആസ്വദിക്കാനുള്ളതും എല്ലാം. അപ്പോൾ അതുപോലെ ഈ യാത്രയിൽ പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്. ഈ യാത്രയിൽ നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. കാരണം ഇത്രയേറെ വന്യമൃഗങ്ങളുടെയൊക്കെ സാന്നിധ്യമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള എല്ലായിടത്തും ഇറങ്ങി നിൽക്കാൻ സാധിക്കില്ല. നമുക്ക് അനുവദനീയപ്പെട്ട സ്ഥലങ്ങളുണ്ട്, അവിടെ വണ്ടി നിർത്തി നമ്മൾ ഇറക്കും. ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം വണ്ടി നിർത്തി തരും. ബസ്സിൽ നിന്ന് തന്നെ നമുക്ക് ഫോട്ടോ എടുത്ത സ്ഥലങ്ങളൊക്കെ ആസ്വദിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പത്തനംതിട്ട ഡ്രൈവറും ബസ്സെല്ലാം ചേഞ്ച് ചെയ്തത്. കാരണം ഇവർക്കൊക്കെ അറിയാം എവിടേക്കാണ് മൃഗങ്ങളെ സ്പോട്ട് ചെയ്യുന്നത്. എല്ലാവരും വണ്ടി ഓടിക്കും, പക്ഷേ എവിടേക്കാണ് മൃഗങ്ങളെ സ്പോട്ട് ചെയ്യാൻ സാധിക്കുന്നതെന്നൊക്കെ പത്തനംതിട്ടയിൽ നിന്നുള്ള എല്ലാ ദിവസവും നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. പത്തനംതിട്ടയിലുള്ള ഡ്രൈവർമാർക്ക് ഇവർക്ക് വ്യക്തമായിട്ട് ധാരണകളുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം നമ്മളിവിടെ ഇവിടെ കൂടിയിരിക്കുന്ന അബ്ദുൾ റഷീദ് സാറാണ്, ശ്രീ അഹമ്മദ് റഷീദ് സാറാണ്. സാറ് ആക്ച്വലി കോഴിക്കോടുകാരനാണ്, പക്ഷേ അതിപ്പോൾ വർഷങ്ങളായിട്ട് പത്തനംതിട്ടയിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിന് ആ വഴിയെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയാം. അദ്ദേഹം നിങ്ങൾ പൂർണ്ണമായിട്ട് തിരിച്ച് പത്തനംതിട്ട വരുന്നോണം വരെ അദ്ദേഹമായിരിക്കും നിങ്ങളുടെ സാരഥി. അപ്പം തന്നെ ഇവരെല്ലാം നിർദ്ദേശങ്ങളെല്ലാം നിങ്ങൾ പൂർണ്ണമായിട്ടും പാലിക്കണം. ഒരു 6 മണിക്കൂർ നമ്മൾ മൊബൈൽ പോലും ഉപയോഗിച്ചില്ലാത്ത സ്ഥലത്തോടാണ് യാത്ര ചെയ്യുന്നത്. പൂർണ്ണമായിട്ടും യാത്ര ആസ്വദിക്കുക. യാതൊരു ശല്യവുമില്ല, ആരും നമ്മളെ വിളിച്ച് ഉപദ്രവിക്കുന്നില്ല, ഒന്നുമില്ല. അപ്പം അങ്ങനെ ഉള്ളൊരു യാത്ര